നമ്മൾ ഇന്ന് അഡിക്ഷനോടൊക്കെ ബന്ധപ്പെട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തൊരു വ്യക്തി എന്തുകൊണ്ടാണ് വീണ്ടും അതേ അവസ്ഥയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് അഡിക്ഷനെ പറ്റിയിട്ട് കുറച്ചുകൂടെ കൂടുതലായിട്ടൊന്ന് മനസ്സിലാക്കാം. അഡിക്ഷൻ ഒരു സൈക്കിളാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനായിട്ട് അഡിക്ഷൻ്റെ വിഷ്യസ് സൈക്കിൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ശരിക്കും ഈ ഒരു സൈക്കിൾ തുടങ്ങുന്നത് ഫസ്റ്റ് യൂസിൽ നിന്നാണ്. ഫസ്റ്റ് യൂസ് തുടങ്ങുന്നിടത്ത് തന്നെ ഇതാ ഫസ്റ്റ് യൂസിൽ നിൽക്കില്ല, അത് ഫ്രീക്വൻ്റ് ആയിട്ടും ഇല്ലെങ്കിൽ അതൊരു ഡെയിലി പാറ്റേണിലേക്കും വരികയാണ്. ഇപ്പോൾ ഈ ഒരു പാറ്റേണിലേക്ക് വന്ന് തുടങ്ങുമ്പോൾ ഒരു ബിഞ്ച് പാറ്റേൺ ഉണ്ടാവുകയാണ്. അതായത് വളരെ അമിതമായിട്ട് ഈ ഒരു സബ്സ്റ്റൻസ് എടുക്കുന്ന ഒരു പ്രേരണ നമുക്ക് തോന്നി തുടങ്ങുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും മുന്നേ ഉണ്ടായിരുന്ന അതേ പ്രശ്നങ്ങൾ തന്നെ കയറി വരാനായിട്ട് തുടങ്ങും. വായുവായിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നിടത്ത് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തേക്കാം. ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു വ്യക്തി ഒരു പക്ഷേ ഇങ്ങനെ ചിന്തിച്ചേക്കാം, ഈ എൻ്റെ ലൈഫിൽ ഇതൊന്നും വേണ്ടാന്ന് ഒരു വ്യക്തി ചിന്തിച്ചേക്കാം. പക്ഷേ എന്നാലും ആൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു ട്രിഗർ ഫാക്ടർ ഉണ്ട് പുറത്തെ. ഒരു പക്ഷേ അത് വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും, ഇല്ലെങ്കിൽ അതൊരു പക്ഷേ ആളുടെ കൂട്ടുകാരിൽ നിന്നായിരിക്കും, ഇല്ലെങ്കിൽ ആ ട്രിഗർ ഒരു പക്ഷേ ആളുടെ ജോലിയോട് ബന്ധപ്പെട്ടായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഈ ട്രിഗേഴ്സ് വീണ്ടും ആഞ്ഞടിക്കുമ്പോൾ ആൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനായിട്ട് തുടങ്ങാം, ഇത് 2 പെഗ് അടിച്ച് കഴിഞ്ഞാൽ മാറാവുന്നത് എന്നായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും ആ ലൂപ്പിലോട്ട് വീണ്ടും കയറുകയാണ്. ശരിക്കും ഇതൊരു സൈക്കിളാണെന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.